ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അതായത് ഇപ്പം സമയം കറക്റ്റ് നേരം വെളുത്തിട്ടേ ഉള്ളൂ, 6 മണിയാണ് സമയം. ഇപ്പോൾ രാവിലെ എങ്ങോട്ട് പോകണമെന്നല്ലേ, ഇതൊരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് ഇപ്പോൾ ഈ ഒരു സമയത്ത് പോയാലേ അവിടെ പോകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ഫ്രൂട്ട് ഫാമിലേക്കാണ് പോകുന്നത്. എക്സോട്ടിക് ആയിട്ടുള്ള കുറച്ച് പഴവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന ഏതാണ്ട് ഒരു 25 ഏക്കേഴ്സ് ഓഫ് ലാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് പാലോട് സൈഡാണ്. പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെയൊക്കെ ആ ഒരു ഏരിയയിലാണ്. കാര്യം സുമതി വളവിൻ്റെയൊക്കെ അടുത്താണ്. രസം എന്താ വെച്ചാൽ ബൊട്ടാണിക്കൽ ഗാർഡൻ പാലോടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. പാലോടെന്ന് പറയുന്ന സ്ഥലം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഗ്രികൾച്ചറിനും പലതരം കൾട്ടിവേഷനും പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരൊരു 7 മണിയാകുമ്പോൾ ഓപ്പൺ ആകുമെന്ന് പറഞ്ഞു. ഞാനൊരു 7:30 എത്താമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ 6 മണിക്ക് തിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ മനോഹരമായ ഫ്രൂട്ട്സിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ കാണാം, അറിയണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു. ഓക്കെ. അങ്ങനെ നമ്മൾ വൈശാഖ് ഗാർഡൻസ് എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവർക്കൊരു ഫ്രൂട്ട് ഫാമും അതിനോടൊപ്പം ഒരു ഫാക്ടറിയും ഒക്കെ ഉണ്ട്, പ്രോസസ്സിങ് യൂണിറ്റ്. വൈശാഖ് ഗാർഡൻസ്. അപ്പോൾ വൈശാഖ് ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വന്നിരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഓണറാണ് ഇദ്ദേഹം, ശ്രീ വിജയൻ. അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുക ഇവിടുത്തെ ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന്. അതായത് വൈശാഖ് ഗാർഡൻസിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആക്ച്വലി ഇതെന്താണ്, ഇതൊരു ഗാർഡൻ എന്ന് പറയുമ്പോൾ ഫാമാണ്, ഫ്രൂട്ട് ഫാമാണ്. ഓക്കെ. 2013 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ടോട്ടൽ ഒരു 25 ഏക്കേഴ്സ് ഉണ്ട്. പല പല സ്ഥലത്തായിട്ടാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ അതായത് എക്സോട്ടിക് ഫ്രൂട്ട്സ് ആണ് കൂടുതലും. മോസ്റ്റ്ലി ഡ്രാഗൺ ഫ്രൂട്ട്. നമസ്കാരം. നന്നായിട്ട്. ഇൻട്രോയിൽ ബ്രദറല്ലേ? ഓക്കെ, ബ്രദറിൻ്റെയാണ്. ഇൻട്രോയിൽ ഫർണിച്ചേഴ്സ് അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ ആണ്, വൈഫാണെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ രണ്ടുപേരും ഇതിൽ ഇൻവോൾവ് ആണ് അല്ലേ, വൈഫും. ഓക്കെ. അതിൽ എക്സോട്ടിക് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് ഒരു മെയിനാണ്. പിന്നെ റംബുട്ടാൻ, മാംഗോസ്റ്റീൻ ഉണ്ടോ? ഓ, അത് ശരി. അപ്പോൾ ടോട്ടലി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അബിയു എന്ന് പറയുന്ന ഫ്രൂട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. ബാക്കിയെല്ലാം ഇങ്ങനെ കഴിഞ്ഞു, ഹാർവെസ്റ്റിംഗ് എല്ലാം. അപ്പോൾ നേരത്തെ ഞാൻ വന്നിരുന്നെങ്കിൽ എല്ലാവരെയും പിടിക്കാൻ സീസണലായിട്ട് വരണം അല്ലേ? ശരിക്കും ഓരോ സമയത്ത് ഓരോന്നാണ്. പിന്നെ ഇത് കൂടാണ്ട് ഇവിടെ ഇപ്പോൾ സെയിലെന്ന് പറയുന്നത് എന്തൊക്കെയാണ്, എല്ലാത്തിൻ്റെയും ഡ്രൈഡ് ഫോമിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. വൈശാഖ് ഗാർഡൻസിൻ്റെ ഡ്രൈഡ് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രൈ ആക്കി പാക്ക് ചെയ്ത് വയ്ക്കും. 250 ഗ്രാം. ഇതല്ലാതെ ഇത് കമേഴ്ഷ്യൽ പാക്കാണ് അല്ലേ? ഇത് 250 ഗ്രാംസിൻ്റെ അല്ലാത്ത. ഇത് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ വാങ്ങാം അല്ലേ, സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് പിന്നെ റീപാക്ക് ചെയ്യുന്നത് അല്ലേ, കമേഴ്ഷ്യലായിട്ട്. ഓ, ഡ്രയറിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്ത് വയ്ക്കുന്നതാണ്. ഓ, അത് കൊള്ളാം, നല്ലത്. അപ്പോൾ ഒരുപാട് ഈ വിളവ് അല്ലേ എടുക്കുന്ന സമയത്ത് കൂടുതൽ കിട്ടുമ്പോൾ ഡ്രൈ ചെയ്ത് വയ്ക്കുന്നു. അബിയു പഴനൊങ്ക് പോലെയാണ് ഇരിക്കുന്നത്. അബിയു, ഓ, സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്ന ടൈപ്പാണ്. ഓക്കെ. അബിയു. ഇതേതാണ് സംഭവം? ഓ, സ്വീറ്റ്നർ, നാച്ചുറൽ സ്വീറ്റ്നർ. അതിവിടെ ഉണ്ടല്ലേ, കഴിക്കാൻ പറ്റുന്നത്. ഓ, സ്റ്റീവിയ, 0 കലോറിയാണ്. ഓക്കെ. Stevia is a natural sweetener and sugar substitute derived from the leaves of the plant species. Stevia എന്ന് പറയുന്നത് അതിവിടെ ഉണ്ട്. അത് ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അകത്ത് ഓറഞ്ച് കളറുള്ള സ്വീറ്റ് പൊട്ടറ്റോ ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിൻ്റെ പൗഡർ ഫോമാണ്. ഓ, നൈസ്. അതൊക്കെ കൊള്ളാമല്ലോ. ഇതെല്ലാം ശരിക്കും എവിടെയാണ് കിട്ടുന്നത്? ഇവിടെ വരണോ അതോ പല സ്ഥലത്തും? സിറ്റിയിൽ കുറവങ്കോണത്ത് ഔട്ട്ലെറ്റ് ഉണ്ട്. ഓക്കെ. ഓ, കുറവങ്കോണത്തൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. അതിൻ്റെ പേരെന്താണ്? ഇതേ പേര് തന്നെയാണോ? വൈശാഖ്. കുറവങ്കോണം ജംഗ്ഷനിലാണോ, മറ്റേ ഉത്സയുടെ ഓപ്പോസിറ്റാണോ? ഉത്സ ഷോപ്പിൻ്റെ സൂര്യ മെഡിക്കൽസ് അതിൻ്റെ ഓപ്പോസിറ്റ്. ശരി. കുറവങ്കോണം ജംഗ്ഷനിലേക്ക് പോകുന്നതിൻ്റെ ആ ഭാഗത്ത്, കവടിയാർ ടു കുറവങ്കോണം അല്ലേ, അവിടെയുള്ള
അവിടെ ഇതെല്ലാം കിട്ടും കേട്ടോ. അത് ശരി. ഓക്കെ. സ്വീറ്റ് പൊട്ടറ്റോ, ടേമറിക്, മഞ്ഞൾ സ്വന്തം ഓർഗാനിക്കലി ഗ്രോൺ, അതും ഇവിടെ തന്നെ ഉണ്ടാവുന്നത്. കൃഷിയാറില്ല, വൈൽഡായിട്ട് വളരുന്നതാണോ? ഓ അത് ശരി. ഇവിടെ തന്നെ വളരുന്നു, പ്രത്യേകിച്ച് അങ്ങനെ വളർത്തിയെടുക്കുന്നതല്ല. അത് കാരണം ഓർഗാനിക് ടേമറിക്, അതിൻ്റെ പൗഡർ ഫോമിൽ. ഇതാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ പോണ ഫ്രൂട്ട്, നിറച്ച് കാഴ്ച നിൽക്കുന്നത്. ഇത് നൊങ്ക് പോലെയാണെന്നാണ് പറഞ്ഞത്, ഇതിൻ്റെ ഉള്ളിൽ സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്ന ടൈപ്പ്. അതുകൊണ്ട് ഇത് ഡ്രൈ ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. എന്താ ചെയ്യുന്ന അപ്പോൾ? കൊമ്പുച്ചി ഉണ്ടാക്കുമോ? ഫ്രൂട്ടാണ് കൊമ്പുച്ചി. അബിയു കൊമ്പുച്ചിയാണ് ഏറ്റവും എല്ലാവർക്കും ഡിമാൻഡുള്ളത്. കൊമ്പുച്ചയുടെ ഇത് ബ്ലൂ പീ, അതായത് നമ്മുടെ ശംഖുപുഷ്പവും അശ്വഗന്ധയും കൂടി ചേർന്നിട്ട് അതിൽ നിന്നുണ്ട്. ഇത് ഫെർമെൻറ്റ് ചെയ്തുണ്ടാക്കുന്നതല്ലേ ഈ കാര്യം? ഒരു ഏറിയേറ്റഡ് പോലെ തോന്നും അല്ലേ? ഫെർമെൻറ്റഡ് ഡ്രിങ്കാണ്. നാച്ചുറൽ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് കൊമ്പുച്ച, അതായത് ഫിസി ആയിട്ടുള്ളത്. ഇതാണ് അബിയുണ്ട്. ഇതിന് ഭയങ്കര ഡിമാൻഡാണ് അല്ലേ? അബിയു കൊമ്പുച്ച. ഇതൊക്കെ ആ കടയിലുണ്ടാവും അല്ലേ, നമ്മുടെ കടയിൽ? കൊമ്പുച്ച, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൊമ്പുച്ച സുപ്രീമിൽ കിട്ടും. പിന്നെ എവിടെയുള്ള സ്പ്രിങ്സിലും ഉണ്ട്. ഓ അത് ശരി. ഫ്രൂട്ട്സും അങ്ങനെ അവർക്ക് കൊടുക്കുന്നുണ്ടോ? സ്പ്രിങ്സിൽ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടുന്നൊരു സ്പേസാണ്. ഓഹോ. അബിയു ഫ്രൂട്ടൊക്കെ ലുലുവിലൊക്കെ ഇവിടുന്നാണ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കുന്നല്ലേ? വാ. ഇതിങ്ങനെ സ്കൂപ്പ് ചെയ്ത് കഴിക്കേണ്ടതെന്ന് പറഞ്ഞേ. ഇത് മുഴുവൻ കഴിക്കാൻ പറ്റും അല്ലേ അകത്തുള്ള? ഓക്കെ. ഇത് നടുക്ക് ഒരു സീഡ്. ഓ, നമ്മുടെ ഈ സപ്പോട്ടയൊക്കെ പോലെ അല്ലേ? ടേസ്റ്റും അതാണോ? അയ്യോ ഭയങ്കര ടേസ്റ്റും. ചീത്തയായി പോവും. അയ്യോ ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു എനിക്ക് പറഞ്ഞ ഒരു ബേബിക്കൊക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ്. ഒരു സെർലാക്കൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ട്. സൗത്ത് അമേരിക്കൻ ഫ്രൂട്ട് അബിയു. ഒരു പാലട പായസം ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. എന്തൊക്കെയോ വരുന്നു. പനിയൊക്കെ വരുമ്പോൾ അതാണ് സൗത്ത് അമേരിക്കൻ. കൊള്ളാലോ. ഇതിൻ്റെ അരി തന്നെ നമ്മുടെ സപ്പോട്ടയുടെ പോലെ അല്ലേ? അതിൻ്റെ വലിയ ഫോം. എന്ത് ടേസ്റ്റാണ് അബിയു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അബിയു ഫ്രൂട്ട് കഴിക്കുന്നത്. പൾപ്പ് എടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചാൽ അത് പിന്നെ ഷെൽഫ് ലൈഫ് ഉണ്ട് അല്ലേ? കറക്റ്റായിട്ട് ഫ്രോസൺ ആയിട്ടിരിക്കും. പിന്നെ അത് ഈ പറഞ്ഞ പോലെ കൊമ്പുച്ചയ്ക്കൊക്കെ യൂസ് ചെയ്യാം അല്ലേ? അതായിട്ട്. ഓ എന്ത് ടേസ്റ്റ്. ഞാൻ കഴിച്ചിട്ടില്ല, നിങ്ങൾ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ എനിക്കറിയാച്ചിട്ടേ കിലോയ്ക്ക് 200 വെച്ച് ഇവിടെ. പക്ഷേ ലുലുവിൽ വരുമ്പോൾ അത് മാറ്റുമല്ലോ. ഇത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നതല്ലേ? റീറ്റെയിൽ ആകുമ്പോൾ ഡെഫിനറ്റ്ലി പ്രൈസ് ഡിഫറൻസ് ഉണ്ടാകും. ഇത് ഇവിടുത്തെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് മറ്റേ കളർ എന്താണ് അകത്ത്? റെഡ് പേർപ്പിൾ അല്ലേ? ഡ്രൈഡ് ഫോമിൽ കഴിക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ 1 മണിക്കൂർ കുതിർത്ത് കഴിഞ്ഞാൽ ജ്യൂസായിട്ട്, ഒറിജിനൽ ജ്യൂസായിട്ട് കുടിക്കും. ഇത് ഡ്രൈഡ് ആണല്ലേ? ഒറിജിനൽ അതിനകത്തുള്ള മധുരമുണ്ട്. ഇല്ല കഴിച്ചിട്ടില്ല, പുറത്തുള്ളതാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ജനറലി എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, പക്ഷേ ഇവിടുത്തെ ഡിഫറെൻ്റാണ്. കുറച്ച് ഇത് നല്ല അടിപൊളിയാണ്. ഞാൻ കഴിച്ചിട്ട് പറയാം. പക്ഷേ ഇവിടുത്തെ കുറച്ച് സ്വീറ്റാണ്, ബെറ്റർ വെറൈറ്റിയാണ് നമ്മൾ നോർമലുള്ള. ഡ്രാഗൺ ഫ്രൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഡയബറ്റിക് പേഴ്സൺസിന് കഴിക്കാം. നല്ല എനർജി കിട്ടുമെന്ന് പറഞ്ഞാൽ 1-2 സ്ലൈസ് കഴിച്ചാൽ തന്നെ നല്ല ഉന്മേഷം. വെരി ജ്യൂസി ഫ്ലഷ്. നല്ല മധുരമൊക്കെ ഉണ്ട്. സാധാരണ ഇതൊന്നും വ്യത്യാസം ടേസ്റ്റില്ല. വളരുന്ന സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഒരു വികാരമില്ലാത്ത ഫ്രൂട്ട് എന്നാണ് പറയുന്നത്, അതായത് ഒരു ഫീലിംഗും ഇല്ലാതെ. പക്ഷേ ദിസ് ഈസ് വെരി നൈസ്. ഭയങ്കര മധുരം, നല്ല മധുരമുണ്ട് കേട്ടോ, നല്ല ജ്യൂസി. രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെൽത്തി ആയിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ടും അബിയും ഒക്കെയാണ് കഴിക്കുന്നത്. കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ടും പോകാമല്ലോ പൗഡർ ഫോമിൽ. ഈ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ ഭയങ്കര നല്ലതാണ് ഹെൽത്തിന്. അങ്ങനെ ഗംഭീര പരിപാടി. ഇനി നമ്മൾ ഫ്രൂട്ട്സ് വളരുന്ന നമുക്ക് ആ ഭാഗത്തേക്കും കൂടി പോവാം, കാണാം. അപ്പോൾ വൈശാഖ് ഗാർഡൻസിൽ ഇവിടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന 2-3 സ്റ്റാഫുകളെ കൂടി കാണിച്ചു തരാം. ഇത് അശ്വതി,
ബിജി. ഇവർ രണ്ടാൾ സ്മാർട്ട്, 2 ഗേൾസ്. പിന്നെ വേറെ ആൾക്കാരുണ്ടാവും അല്ലേ, കുറച്ച് പേര്. ഇവർ ഫ്രണ്ട് ഓഫീസ് രണ്ടാളും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിനകത്താണ് സോർട്ടിങ്, പാക്കിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഡ്രൈയിങ് യൂണിറ്റ്, എല്ലാം ഇതിനകത്താണ്. പിന്നെ സെയിൽസ് കൗണ്ടറാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം. ഇവിടെ വന്ന് വാങ്ങിച്ചാലും അത് കുറച്ച് ദൂരമായ പോലും ഒരു കുഴപ്പമില്ല സെറ്റ് ചെയ്യുന്നത്. കാര്യം ഇങ്ങനത്തെ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ കഴിച്ചിട്ടില്ല. സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ്, അയ്യോ എന്ത് ടേസ്റ്റാണ്. പിന്നെ ഈ ഡ്രൈഡ് ഫാമിലുള്ളതൊക്കെ മേടിച്ചിട്ട് പോകാമല്ലോ. ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ഇത് ഡ്രൈയിങ് മെഷീനാണ്. ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്, അതായത് ലോ ടെമ്പറേച്ചർ ഡ്രൈയിങ്ങിനുള്ളത്. ഓക്കെ, ഇതിനകത്താണ് ഡ്രൈയിങ് നടക്കുന്നത്. ഇങ്ങനെയാണല്ലേ അതിൻ്റെ ഡ്രൈ ചെയ്യാനായിട്ട് ഇതിനകത്ത് വെക്കും. എത്ര സമയം എടുക്കും? 14 മണിക്കൂർ. ഓക്കെ. 89% വാട്ടർ കണ്ടന്റ് ഡ്രാഗൺ ഫ്രൂട്ടിനുണ്ട്. ഓക്കെ. ഇതിവിടുത്തെ കോൾഡ് സ്റ്റോറേജ് ഏരിയ ആണ്. ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സീസൺ ആയിരിക്കുമ്പോൾ ഹാർവസ്റ്റിംഗ് സമയം ജൂൺ ജൂലൈ സമയത്ത് പലതരം ഫ്രൂട്ട്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഹൗസ്ഫുള്ളാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ ഇതിനകത്തുണ്ട് കേട്ടോ, കുറേ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കളക്ഷനാണ് ഇതിനകത്ത്. ഇപ്പോൾ കുറച്ച് സീസൺ കഴിഞ്ഞ് വരുന്ന ലീൻ പീരീഡാണ് അല്ലേ, ലാസ്റ്റ് ലോട്ടാണ്. ഇല്ല, കുറച്ച് റീറ്റെയിലായിട്ട് നമ്മുടെ തന്നെ സ്ഥലങ്ങളിൽ വരുള്ളൂ. ഓക്കെ. കസ്റ്റമേഴ്സിന് കൂടുതൽ ആവശ്യമുള്ളതാണ് അല്ലേ ഡ്രാഗൺ ഫ്രൂട്ട്. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? രണ്ട് വീട്ടിലുണ്ട്. അങ്ങനെ 3 വലുത്. വീട് തൊട്ടപ്പുറത്താണ് അല്ലേ. പിന്നെ നമ്മുടെ അഭിയൂനെയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പൾപ്പ് എടുത്തിട്ടാണ് ഫ്രീസ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഫ്രൂട്ടായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലം. ഫ്രീസ് ചെയ്യുന്നത് യൂണിറ്റ് സെപ്പറേറ്റ് ആണ്, മൈനസിലേക്ക് പോകും. അപ്പോൾ അത് ആൾക്കാർ മുറിച്ച് ഇത് നമ്മുടെ സ്റ്റാഫ് ഉണ്ടാവുമല്ലോ പ്രോസസ്സ് ചെയ്യാൻ, എന്നിട്ട് സൂക്ഷിക്കും. പാക്ക് ചെയ്ത് ഫ്രീസ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഈ പ്രദേശമാകെ പിന്നെ ഫ്രൂട്ട് ട്രീസും ഒക്കെ വളർത്താൻ പറ്റുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ. ബൊട്ടാണിക്കൽ ഗാർഡനും ഒക്കെ ഇവിടെ തന്നെയല്ലേ. പിന്നെ റബ്ബറൊക്കെ നന്നായിട്ട് വളരുന്ന ഒരു ഏരിയ, ഒരു നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് ഈ പാലോട് സെക്ഷൻ. ഇങ്ങോട്ട് വന്നാൽ ഡ്രാഗൺ ഫ്രൂട്ട്, ഈ ഇത്തരം എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ എല്ലാം കൃഷി ഇവിടെ തുടങ്ങി വെച്ചതും ഇത് പോപ്പുലറൈസ് ചെയ്തതും അദ്ദേഹം തന്നെയാണ്. പിന്നെ ഇപ്പോൾ പലരും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഈ ഇത്രയും ഫ്രൂട്ട് ട്രീസൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഒരു കൂൾ ഇതാണ്. റംബുട്ടാൻ ആൻഡ് അബിയു ഇസ് എവർഗ്രീൻ എന്ന് പറഞ്ഞത്. ഇത് റംബുട്ടാൻ മരങ്ങൾ. അബിയുടെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പോൾ റംബുട്ടാൻ്റെ സീസൺ ആയില്ല, അത് കാരണം ഈ സീസൺ കഴിഞ്ഞു. ഇനി അബിയു ആ ഭാഗത്താണല്ലേ. ദൈവമേ, ബേർഡ്സിനൊക്കെ ഇത് കിട്ടിയ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ. ഇത്രയും സ്വീറ്റ് നല്ലൊരു ഫ്രൂട്ട്. ഇതാണ് അബിയുവിൻ്റെ മരം. അത് നെറ്റിട്ടിരിക്കുന്ന കാരണം ഫ്രൂട്ട്സിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ബേർഡ്സിൽ നിന്നൊക്കെ ബേർഡ്സ് കഴിച്ച് നിൽക്കുവാണ് ഇവിടെ എല്ലാം. മരത്തിൽ കൃഷി ആവശ്യത്തിനായിട്ട് വെള്ളം. ഈ കാണുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ. എല്ലാം വളരെ സയൻറ്റിഫിക്കലി ഓർഗനൈസ്ഡ് ആണ്, ഡിസൈൻഡ് ആണ് എല്ലാം. റെയിൻ വാട്ടർ സ്റ്റോറേജ് ഉണ്ട്, ഹാർവസ്റ്റിംഗ് പോലെ. എക്സസ് വരുന്ന വെള്ളം ഈ ചെറിയൊരു കനാൽ പോലെ ഉണ്ട് അതുവഴി നേരെ വാമനപുരാറിലേക്കാണ് പോണത്. ഇത് സാപ്ലിങ്സ് ഇപ്പോൾ പറഞ്ഞ ചക്കയുടെ കാര്യം അല്ലേ. വിയന്ന സൂപ്പർ ഏർലി, അതായത് 2 years കൊണ്ട് കായ്ക്കുന്ന. എത്ര വലിയ പൊക്കത്തിൽ പോത്തുമില്ല അല്ലേ, ചെറുതായിട്ട്. അതിൻ്റെ കാണാം അല്ലേ. അതിൻ്റെ ചക്കയുടെ സൈസും ഏകദേശം 5 മുതൽ 10 വരെ അത്രേ ഉള്ളൂ. ഓൾ ഓവർ ഇന്ത്യ ഇവിടെ നിന്ന് സാപ്ലിങ്സ് കൊടുക്കുന്നുണ്ട്. ഇത് സ്പെഷ്യൽ വെറൈറ്റിയാണ്, നല്ല മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടാനില്ല. അങ്ങനെ നല്ല സംഭവമാണ്. പിന്നെ ഇതിൻ്റെയും അബിയുടെ കൊടുക്കുമോ തൈ? ഡ്രാഗൺ ഫ്രൂട്ടിന് തന്നെയാണ്. പക്ഷെ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ച് നടാം അല്ലേ നമുക്ക്, ഒരു കമേഴ്ഷ്യൽ പർപ്പസിനല്ലാണ്ട്. അബിയോ പ്ലാന്റ് തന്നെ പല വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് കുറച്ച് ചെറിയ സൈസാണ്, പക്ഷെ മധുരം കൂടുതലാണ്. ഓറഞ്ച് പോലെ നിൽക്കുന്നു, നിറച്ച് കായ്ച്ച് നിൽക്കുന്നു. വേറൊരെണ്ണം കണ്ടു, കളറാവുന്നതിന് മുമ്പ് പഴുക്കുന്നതാണ്, പക്ഷെ മധുരം കുറവാന്ന് പറഞ്ഞത്. അവിടെ പച്ചയായിട്ട് വിത്തിട്ട് നടുമ്പോൾ എങ്ങനത്തെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല വെറൈറ്റി കിട്ടും, ചിലപ്പോൾ കുറച്ചുകൂടെ മധുരം കുറഞ്ഞതായിരിക്കും. കോൺക്രീറ്റ് പില്ലേഴ്സാണ് ഇത്, കമ്പി കൊടുത്ത് അതിലാണ് ഇവനെ പടർത്തി വിടുന്നത്. ഇങ്ങനെ ഒരു ടയറൊക്കെ വെച്ചിട്ട് അതിലിങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് ഒരു ക്രൗൺ പോലെ വളരും. അവന് ഭയങ്കര സുഖമായിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ.
എല്ലാം കംഫർട്ടബിൾ സ്റ്റൈലിലാണ്. ശംഖുപുഷ്പവും ഇവിടെ വളർത്തുന്നുണ്ട്. ഇവരുടെ തന്നെ ശംഖുപുഷ്പത്തിൽ നിന്നാണ് ആ ഇത് എടുക്കുന്നത് അല്ലേ, പൗഡർ ഫോം ആക്കുന്നതും ഫ്ലേവേഴ്സ് കൊടുക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ഏരിയ മേളിലോട്ട് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 6 മാസത്തോളം കായ്ക്കുന്ന ഒരു പ്ലാന്റാണിത് ഡ്രാഗൺ ഫ്രൂട്ട്. വിയറ്റ്നാം സൂപ്പർ ഏർലി, അതിൻ്റെ ഇത് ആദ്യകാലത്ത് നട്ടാന്നാണ് പറഞ്ഞേ. ഇവൻ 2 വർഷത്തിൽ കായ്ക്കുന്നതാണ്. മാംഗോസ്റ്റീൻ്റെ തൈയാണത്, ഇവിടെ ആവശ്യത്തിന് വാങ്ങിച്ചിരിക്കുന്നതാണ്. അബയുടെ തൈ വേണമെങ്കിൽ കിട്ടും. ഇവിടെ ചെറിയ പച്ചക്കറി തോട്ടം, ഒരു വെണ്ടയ്ക്കയൊക്കെ നട്ടിരിക്കുന്നു. ഈ ഭാഗത്ത് ഇഷ്ടംപോലെ ഇതുണ്ട്, എന്താ പറയുക, ബ്ലൂപ്പി. നമ്മുടെ ഇതാണ് മറ്റൊരു ചക്ക, ആ സെയിം ചക്കയുടെ തന്നെ വേറൊരു മരം. ഇത്രയൊക്കെ വരുള്ളൂ അല്ലേ ഹൈറ്റും സൈസ്? കുറച്ച് മാക്സിമം ഒരു കണക്കുണ്ട്, നമുക്ക് പറിക്കാൻ പറ്റുന്ന പൊക്കത്തിലേ പോവുള്ളൂ അല്ലേ. ഇതിലെല്ലാം കായ്ച്ചു നിൽക്കുകയാണ്. ഇതൊരു വലിയ തോട്ടമാണ്, ഞാൻ പറഞ്ഞില്ലേ 25 ഏക്കേഴ്സ് ഇങ്ങനെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുകയാണ്. മുഴുവൻ നടന്ന് കാണാൻ പറ്റില്ല, ഒരുപാട് മിക്സ്ഡ് ക്രോപ്പായിട്ട് എല്ലാ ഫ്രൂട്ട് ട്രീസും ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ കായ്ച്ച് കിടക്കുന്ന ആൾക്കാരെയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഒരു ജൂൺ ജൂലൈ സമയത്തൊക്കെ വന്നാൽ കൂടുതൽ ആൾക്കാരെ കായ്ച്ച് കിടക്കുന്നതാണ്. ഇതാണ് വീട്. സ്വീറ്റനർ, നാച്ചുറൽ സ്വീറ്റനർ. ഇത് എടുത്ത് വായിൽ വെച്ചാൽ മധുരിക്കും. ടു സ്വീറ്റ്. ഒരു ചായക്ക് ഒരു നുള്ളിട്ടാൽ മതി. ഇത് ഉണക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഡ്രൈഡ് ഫോമിൽ. സെവിയ, ഇത് ഡയബറ്റിക് പേഴ്സൺസിന് കഴിക്കാൻ പറ്റുന്ന നാച്ചുറൽ സ്വീറ്റ്. 30 times സ്വീറ്റർ ദാൻ ഷുഗർ എന്നാണ് സത്യം. ഇവിടെ ഫുൾ കുരുമുളക് നമ്മൾ വളർത്താതെ വളരുന്നതാണ് അല്ലേ, ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, നാച്ചുറലായിട്ട് ഓർഗാനിക്കായിട്ട് ഈ കുരുമുളകെല്ലാം ഇവിടെ നന്നായിട്ട് വളർന്നതാണ്. 83 വാങ്ങിയ പ്രോപ്പർട്ടിയാണ്. 40 വർഷം പഴക്കം ഉണ്ടാവില്ലേ ഈ കുരുമുളകിനൊക്കെ. പക്ഷെ അവൻ നന്നായിട്ട് പാവം കായ്ക്കുന്നുണ്ട്. ജാതിയുണ്ട്, കുരുമുളകുണ്ട്. ദാറ്റ് ഈസ് മാംഗോസ്റ്റീൻ മരങ്ങൾ. ഏതാണ്? കുലാസാൻ. എന്താ ടേസ്റ്റ് അത്? എന്താ പേര്? കുലാസാൻ. പുലാസാൻ. ഓക്കെ, ഇതാണ് പുലാസാൻ. റംബൂട്ടാൻ സ്റ്റൈൽ, കുറച്ചുകൂടെ കട്ടിയുള്ള. ഇഷ്ടംപോലെ മാംഗോസ്റ്റീൻ. ഇതെല്ലാം ഫ്രൂട്ട് ട്രീസ് ആട്ടോ. ഊറ്റുള്ള വലിയൊരു കുളമാണ് ഇവിടുത്തെ. എല്ലാം ഊറ്റുള്ള. ഇവിടെ എത്ര കുളമുണ്ട് അപ്പോൾ ടോട്ടൽ? വലുതും ചെറുതുമായിട്ടൊരു 6 കുളമുണ്ട്. അതെല്ലാം ഊറ്റാണ്. പിന്നെ ഈ റെയിൻ വാട്ടർ സേവ് ചെയ്യുന്ന കുളം, അത് ഊറ്റ് പ്ലസ് റെയിൻ വാട്ടർ. എന്നിട്ട് ഇതെന്നെല്ലാം എക്സസ് ഓവർഫ്ലോ ചെയ്യുന്നതാണ് 6ലേക്ക് പോകുന്നത്. അതായത് വൈശാഖ് ഗാർഡൻസിൻ്റെ ഫ്രൂട്ട്സിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. എല്ലാം വളരെ ക്വാളിറ്റി, മധുരത്തിൻ്റെ ആണെങ്കിലും അതിൻ്റെ ആ ഒരു അപ്പിയറൻസും എല്ലാം അല്ലേ, ഫ്ലഷീനെസ്. അത് കാരണം അങ്ങനെയാണ് ഇതിനെ കൃഷി ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് നാച്ചുറൽ ഒരു ഹാബിറ്ററ്റ്. അങ്ങനെ ഈ വെള്ളത്തിന് അത്രയും പോഷകം ഉണ്ടാവും. ഈ മീനൊക്കെ വളർന്ന് അതിൻ്റെ അല്ലേ എല്ലാം കൂടെ വന്ന് ആ വെള്ളമാണ് പമ്പ് ചെയ്ത് സമ്മർ ടൈമിൽ റംബൂട്ടാനൊക്കെ കൊടുക്കും. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയില്ലേ, അങ്ങ് മേള് വരെ ആ പാറ. ഇത് ഇവിടെ, അത് ശരി, ആ മേലെ ഒരു പാറയുടെ മേളിലൊരു ടാങ്ക് കാണുന്നുണ്ടല്ലോ, അത് ഇവിടെ തന്നെയാണ്. ഈ വെള്ളമൊക്കെ അടിച്ച് അവിടെ പോകും. അവിടെയെല്ലാം നമ്മുടെ ഡ്രാഗൺ. ഇത്ര കുന്നുകൾ ഇതിനകത്ത്. അടിപൊളി. എല്ലായിടത്തും നടന്നു പോകാൻ പറ്റും. എപ്പോഴും വണ്ടിയിലും സൗകര്യം ഉണ്ടാക്കി.
അത് എല്ലാം റംബുട്ടാൻ. തൊട്ട് താഴെ ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് ആ റംബുട്ടാൻ്റെ താഴെയാണ് ബീസ്, തേനീച്ചയുടെ കൂട്. പിന്നെ ഇങ്ങനെ ഊണും. ഈ സൈഡിലുള്ളതെല്ലാം ഇവിടെയും കുളം. എഗെയിൻ എല്ലാ കുളങ്ങളും ഫെൻസ് ചെയ്തിട്ടുണ്ട്. അതെ, അങ്ങ് മേലറ്റം വരെയും നമ്മളുടെ ഈ പ്രോപ്പർട്ടി തന്നെയാണ്, വൈശാഖ് ഗാർഡൻസിൻ്റെ. അതപ്പുറം റബ്ബർ കുറച്ച് മാറ്റിയിട്ട് ബാക്കി എല്ലാം ഇവരുടെ തന്നെയാണ്. ആ സ്ലോപ്പിലൊക്കെ നിൽക്കുന്നുണ്ടോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്, അതിൻ്റെ ചെടി. അപ്പോൾ ഇത് ശരിക്കും ഒരു മിക്സ്ഡ് ക്രോപ്പ് പോലെയാണ് അല്ലേ. ഇതെല്ലാം കൂടി വളരുന്നത്. കുറേ റംബുട്ടാൻ, കുറേ മാംഗോസ്റ്റീൻ, പിന്നെ ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ അബിയു, എല്ലാം കൂടി വരുന്ന ഒരു പാരഡൈസ് എന്ന് തന്നെ പറയാം. അതെ, ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്ന സ്ഥലത്ത് വാഴ, പിന്നെ ഇടയ്ക്ക് തേനീച്ചക്കൂടുകൾ, പിന്നെ എന്താ പറയുക, പിന്നെ മാവ്, പ്ലാവ്. മാവിനെക്കാട്ടി കൂടുതൽ പ്ലാവ്. പഴയ പ്ലാവ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എഡിഷൻ ഓഫ് പ്ലാവുകൾ, ഹൈബ്രിഡ്, നല്ല ഒറിജിനൽ സംഭവങ്ങൾ, കുറേ കുളങ്ങൾ. ഇതിനൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. ഇങ്ങനെയൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ അതിനോടൊരു ടേസ്റ്റ്, ഒരു താല്പര്യം അല്ലേ, നമുക്കതിനോടൊരു ഇൻവോൾവ്മെൻറ്റ് വേണം. അങ്ങനെ കുറേ സപ്പോർട്ടിങ് സ്റ്റാഫ് ഉണ്ടെങ്കിലും നമ്മുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഷ്ടപ്പെട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു ദിവസം എത്ര സമയം 2 മണിക്കൂർ യൂട്യൂബ് സെർച്ച് ചെയ്യും. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കും അല്ലേ, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇൻഫോർമേറ്റീവ് ആണല്ലോ, ഒരുപാട് കാര്യങ്ങൾ അറിയാം. പിന്നെ ഇതിൻ്റെ തന്നെ പ്രോഡക്ട്സ് വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ നടന്ന് കുറേ എത്തി, പ്രോപ്പർട്ടിയുടെ കുറേ ഭാഗങ്ങൾ കവർ ചെയ്ത് പോവാം. ഇതാണല്ലേ ഡ്യൂറിയൻ്റെ. ആ ഡേർട്ടി മണവും രുചികളും അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയാം. ആ ഡ്യൂറിയൻ മരം സാധാരണ തായ്ലൻഡിൽ കാണുന്ന ഫ്രൂട്ടാണ്. നമ്മുടെ കേരളത്തിൽ ഞാനങ്ങനെ കണ്ടിട്ടില്ല. അതിൻ്റെ മരമാണ് ഇവിടെ കായ്ച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ റംബൂട്ടാൻ്റെയൊക്കെ തണലെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആശ്വാസം തരുന്ന തണലാണ്. നല്ല ഒരു ഫീലാണ് ഇവിടെ. അത് എവർഗ്രീൻ ആണെന്നാണ് പറഞ്ഞേ. മാംഗോസ്റ്റീൻ, പിന്നെ നമ്മുടെ അബിയു, എല്ലാം എവർഗ്രീൻ ട്രീസാണ്. ഇത് കൊള്ളില്ലാത്ത പഴം മാറ്റിയിരിക്കുന്നത്, ഹാർവെസ്റ്റ് ചെയ്യാതെ മാറ്റിക്കളഞ്ഞ. ഇവിടെ ഇഷ്ടം പോലെ ബേർഡ്സിൻ്റെ സൗണ്ട് കേൾക്കാം. പ്രാവ്, കറക്റ്റ്, അതാണ് ഇങ്ങനെ കൂറു, അതിൻ്റെ ഒരു പ്രത്യേക ശബ്ദമാണല്ലോ. പക്ഷെ ഇഷ്ടംപോലെ ബേർഡ്സൊക്കെ വരുന്നുണ്ട്, ബട്ടർഫ്ലൈസ്. നല്ല ഫ്ലോറ ആൻഡ് ഫോണയാണ്. അവങ്ങനെ നിൽക്കുന്ന നോക്കൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. ആടെ പേരുണ്ടോ അവന്? കല്യാണി, ഹലോ. ശുഭാവോ, നമ്മൾ കറങ്ങി വീടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു. ടേസ്റ്റി ജ്യൂസാണ്, ക്വാണ്ടിറ്റി കുറയും, പക്ഷേ അരിഞ്ഞ ഉപ്പിലിടാം ഒക്കെ ചെയ്യാം കറി. അത് പക്ഷേ ഇത് സീഡ്ലെസ്സാണ്. ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റീസ്. വീടിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയൊരു എന്താ പറയുക, വാട്ടർ ബോഡി, താമര വിരിഞ്ഞ് നിൽക്കുന്നു. ഓക്കെ, താമര രാവിലെ വിരിഞ്ഞ് നിൽക്കുന്ന. വാവ്. വീട്ടിലേക്ക് കയറുകയാണേ. യെസ്, കൊമ്പുച്ച കഴിക്കാൻ പോവാണ്. എല്ലാ ഫ്ലേവറും വന്നിട്ടുണ്ട്. ഇവിടെ പല കാര്യങ്ങളും ഇങ്ങനെ പ്രോഡക്റ്റ്സ് ആയിട്ട് നമുക്ക്. ചക്ക ഹൽവ മാതിരി അല്ലേ, ചൂയിങ് ടൈപ്പ് ബൈറ്റ്സ്. ചൂയി ജാക്ക് ഫ്രൂട്ട് ഡിലൈറ്റ്സ് എന്നാണ് എൻ്റെ പേര്. നൈസ്, വെരി നൈസ്. എനിക്ക് പൊതുവേ ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ചക്ക വറുത്തിയതൊക്കെ ഇതെല്ലാം കുറവുകൊണ്ടുള്ള ഷോപ്പിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. അത് വൈശാഖ്
കടയുടെ പേര് വൈശാഖ് ഗാർഡൻ ഫാം ഔട്ട്ലെറ്റ്. ഈ ഫാമിലുള്ള എല്ലാ കാര്യവും അവിടെ ഉണ്ട്. ഫ്രൂട്ട്സ് കിട്ടുമോ? ഓ, ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും എത്ര പ്രാവശ്യം പോയി, ഇതുവരെ ഞാൻ അവിടെ കണ്ടില്ലല്ലോ എന്നാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി ഏകദേശം സ്ഥലം. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ നാടൻ ഏത്തപ്പഴം പുഴുങ്ങിയത്, ഇവിടെ തന്നെ ഓർഗാനിക് നാടൻ കണ്ടറിയാം നല്ലതാണ്. ഒരു ചെറിയൊരു മഞ്ഞ, നല്ലൊരു മഞ്ഞ കളർ ഉണ്ടാകും. അങ്ങനെ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇനി പ്രോപ്പർട്ടിയുടെ വേറൊരു ഭാഗത്തേക്ക് പോകണം. അത് പക്ഷേ നമ്മൾ കുറച്ച് ഇതിൻ്റെ അപ്പുറത്താണ്. കാറിലൊന്ന് പോയിട്ട് അതിനകത്തോട്ട് ഓൾട്ടോ കാർ കയറും. ഇവിടുത്തെ ഓൾട്ടോ കാർ അങ്ങോട്ട് വരും. എന്നിട്ട് അതിൽ കയറിയിട്ട് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുറച്ച് ഫ്രൂട്ട്സ് നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അത് നിർത്തിയിരിക്കുവാണ്. ഇന്ന് പറിക്കേണ്ടതാണ് അല്ലേ, ഇന്നലെ പറിക്കേണ്ടതാണ്, ഇന്നത്തേക്ക് വെച്ചിരിക്കുന്നു. അതും കൂടി ഒന്ന് കണ്ടേച്ച് വരാം. നമ്മൾ ആ പ്രോപ്പർട്ടിയുടെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. ഇനി വാഹനത്തിൽ തന്നെ കുറേ ദൂരം ഇങ്ങനെ പോകാൻ പറ്റും. കണ്ട് പോകാം. അവിടെ എല്ലാം റംബൂട്ടാൻ താവോട്ട് നിൽക്കുന്നുണ്ട്. ഇതൊരു മലഞ്ചെരുവിലാണ് ഇതെല്ലാം കൃഷി ചെയ്തിരിക്കുന്നത്. ഈ ഭാഗമൊക്കെ ബോർഡറായിട്ട് ഡ്രാഗൺ നിർത്തിയിരിക്കുന്നത് അല്ലേ ഇവിടെയൊക്കെ. ഇതെല്ലാം കുറേ എടുത്തു കഴിഞ്ഞു അല്ലേ, ബാക്കി വന്നിരിക്കുന്ന ഇപ്രാവശ്യം. പക്ഷെ ഈ ഒരു പ്രൈം ആയിട്ടുള്ള ടൈമിൽ എല്ലായിടത്തും ഇങ്ങനെ തുണി ഇതിപ്പോൾ നോക്കിക്കോളൂ. ഓരോ ചെടിയിലും ഒരു 3-4 എണ്ണം 1-2 ഒക്കെ അങ്ങനെ കാണാം. ചിലതായിട്ട് ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്, ഇത്രയെങ്കിലും കാണാനായിട്ട്. കുറച്ച് കാറ്റും തണുപ്പും കൂടുതലാണ്. ഇത് കുറച്ചൊരു ഉയർന്ന പ്രദേശമാണ് ഈ ഭാഗമൊക്കെ, ഒരു കുന്നുപോലെ. ഇത് അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. റംബുട്ടാനൊക്കെ നമ്മൾ വന്ന വഴിക്കുണ്ട്. ഇത് കംപ്ലീറ്റ് ഡ്രാഗൻ്റെ തോട്ടമാണ്. ഈ റംബുട്ടാനും ഒക്കെ ബോർഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഡ്രാഗണാണ്. കാര്യം കുരങ്ങിനെ ഓടിക്കാൻ വേണ്ടി, കുരങ്ങിന് പേടിയാതെ വന്നത് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മുള്ള്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ബ്യൂട്ടിഫുൾ തോട്ടം കാണാൻ പറ്റി. ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ കിടക്കുന്നത് മുഴുവൻ നടന്ന് കാണാനൊക്കെ രസമാണ്. നിറഞ്ഞ് കിടക്കുമ്പോൾ ഭയങ്കര ഭംഗിയും കൂടിയാണ് അല്ലേ, ഈ ഫ്ലവർ പോലെ ഇങ്ങനെ ആ ഫ്രൂട്ട്സ്. റംബുട്ടാൻ ഭയങ്കര ഭംഗിയായിരിക്കും അല്ലേ. യെല്ലോയും റെഡും. എന്തായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. എനിക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടി, കുറേ കാര്യങ്ങൾ മനസ്സിലായി. എന്തായാലും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു, ഇതൊക്കെ ആ ഒരു പാഷൻ ഉണ്ടെങ്കിലേ ഇതൊക്കെ നടക്കുകയുള്ളൂ അല്ലേ. അതാണ് കൃഷിയോടുള്ള താല്പര്യം. അത് വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നു. എന്ത് ചെയ്താലും അത് ഒരു പോസിറ്റീവ് എത്തിക്കാവുന്ന ഒരു ചിന്താഗതി. അതെ അത് വേണം. പിന്നെ തീർച്ചയായിട്ടും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. കാര്യം കൃഷി നഷ്ടമാണ്, കൃഷി പറ്റില്ല എന്നൊക്കെ പറയുന്നവർക്ക് നമുക്ക് വിചാരിച്ചാൽ പറ്റാത്തൊന്നുമില്ലല്ലോ അല്ലേ. നെഗറ്റീവ്സ് ഉണ്ട്. അല്ല അതിപ്പോൾ നെഗറ്റീവ് എല്ലാത്തിനും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിനി തിരിച്ചു പോയിട്ട് സാറിൻ്റെ വീടിൻ്റെ അവിടെ ഒന്ന് പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ പോകുന്നു തിരിച്ച്. ഇനിയുണ്ട് കേട്ടോ പ്രോപ്പർട്ടി. ഇനിയൊരു 5 acres വേറൊരു ഭാഗത്ത് കിടക്കുന്നു. പക്ഷെ എല്ലായിടത്തും പ്ലാന്റേഷൻ ഇതൊക്കെ തന്നെയാണ്. ഇത് വൈശാഖ് ഫാമിൻ്റെ മറ്റൊരു ഫ്രൂട്ട് ഫാമിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ്. ഇതും ഒരു ഏരിയയാണ്. ഇവിടെയും അബിയും ഉണ്ട്, പൂത്ത് ഇവിടെ പഴുത്തൊക്കെ നിൽക്കുന്നുണ്ട്. പ്ലസ് റംബുട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം ഉണ്ട്, കുളമുണ്ട്. അത് നെറ്റിട്ടിരിക്കുന്ന ദാറ്റ് മീൻസ് അവക്കാഡോ ഉണ്ട് അല്ലേ, 2 മരം. അത് കായ്ച്ച് നിൽക്കുന്നുണ്ട്, അത് നെറ്റിട്ടിരിക്കുന്നു. നെറ്റിട്ടാൽ മനസ്സിലായിക്കൊണ്ട് അവിടെ കായുണ്ട്. ഇനി റംബൂട്ടാൻ കഴിച്ച് കഴിയുമ്പോൾ ഫുൾ അതായിരിക്കും സീസൺ. ഇത് അബയോ അവിടെ ആയിട്ട് കാണാം കേട്ടോ. ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ യെല്ലോ കളറിലെ ഫ്രൂട്ട്.
ഈ ഒരു ഏരിയ കംപ്ലീറ്റ്. ഇതിൻ്റെ ആ സൈഡിൽ കൂടിയാണ് തോട് ഒഴുകുന്നത്. അത് വഴി ഒരു തോടുണ്ട്, തോട് കനാൽ പോലെ. മെയിൻ റോഡായി. മലയോര ഹൈവേ. ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ അപ്പുറമാണ് അല്ലേ? 800 മീറ്ററേ ഉള്ളോ? ഓ, തൊട്ടപ്പുറത്ത് മലയോര ഹൈവേയുടെ ബോർഡറാണ്. അപ്പോൾ നല്ല വെയിലായി, അത് കാരണമാണ് നമ്മൾ അങ്ങോട്ട് ഇടയ്ക്ക് ഇറങ്ങി നടക്കാത്തത്. ഭയങ്കര രസമുണ്ട്. ഈവനിങ് ടൈമും രാവിലെയൊക്കെ വന്നിരുന്നെങ്കിൽ. നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്, പക്ഷേ നമ്മളിങ്ങനെ പ്രോപ്പർട്ടീസ് ഇങ്ങനെ കണ്ട് ഫാമൊക്കെ സന്ദർശിച്ച് ഓരോ ഭാഗത്തായിട്ട് പല ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ഉണ്ട്. ആ ഇങ്ങനെ ഒരു കുന്നിൻ ചെരുവ് പോലെ നല്ലൊരു ഹിൽ ടോപ്പ് നിൽക്കുന്ന പോലെയല്ലേ കഴിഞ്ഞ ആ ഒരു പ്ലോട്ട് കണ്ടത്. ഇവിടെ ഇപ്പം ഇത് നിരപ്പായ ഭാഗം. വീടിന് ചുറ്റുമുള്ള കുറേ സ്ഥലം കണ്ടു. ഇതെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നു, ഭയങ്കര രസമുണ്ട്. ഇറ്റ്സ് എ സൗത്ത് അമേരിക്കൻ ഫ്രൂട്ട്. നല്ല രസമല്ലേ? സ്ട്രെയിറ്റ് ഫ്രം ദ ഫാം. പറിച്ചൊക്കെ ഇങ്ങനെ എടുത്ത് 2ആയിട്ട് മുറിക്കുക, കഴിക്കുക, അത്രേ ഉള്ളൂ. സ്കൂപ്പ്. ഇതിപ്പോൾ ഹാർവെസ്റ്റിംഗ് ആണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ പോയി കഴിയുമ്പോൾ ഇതെല്ലാത്തിനും പറിക്കും. പഴുത്ത് നിൽക്കുന്ന അതിൻ്റെ സമയമായി, അതാണ്. ഇനി ബാക്കി നിൽക്കുന്ന നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ടിനെയും ഹാർവെസ്റ്റ് ചെയ്യും. നല്ലൊരു തോടാണല്ലോ. വാവ്, ചെറിയൊരു തടയാണ് പോലെ. കണ്ടില്ലേ? രസമുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ വീഴുന്നുണ്ടോ? ഓക്കെ, എന്ത് ഭംഗിയായിരിക്കുന്നു. വാട്ടർഫോൾസ് മാതിരി കുഞ്ഞു ചെറിയൊരു പാലവും. ആ ഭാഗത്തേക്ക് നടക്കുമ്പോൾ ഒരു കുഞ്ഞു പാലമുണ്ട് ക്രോസിങ്ങിന്. ഈ പ്രോപ്പർട്ടിയുടെ ചേർന്നാണ്. ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റും ഇങ്ങനെ ആ ഒരു തോട് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടോ? മഴ പെയ്യുമ്പോൾ കുറേ കൂടെ വെള്ളം വരുമായിരിക്കും അല്ലേ? നിറഞ്ഞൊഴുകും. ഇങ്ങോട്ട് കയറിയോ? നമ്മുടെ തോട്ടത്തിനകത്ത് വെള്ളം. ആ എന്താ പറയുക, തോടിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ ഇത്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതിന് ചുറ്റി, ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റി ഇങ്ങനെ പോവാണ്. നമ്മളെല്ലാം ഫാം ഏരിയ എല്ലാം കണ്ടിട്ട് തിരിച്ച് ഓഫീസിൻ്റെ അവിടെ വന്ന് വൈശാഖ് ഗാർഡൻസ് ഫ്രൂട്ട് പ്ലാന്റേഷൻ. കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കട്ടെ ഞാൻ. ഇനി മേടിച്ചിട്ട് ഫ്രൂട്ട്സ് ആണ്. ഇങ്ങനെ വലിച്ചിട്ട് പൊട്ടിക്കണം. ഓ, വെരി ഗുഡ്. ദിസ് ഈസ് അബിയുടെ കമ്പൂച്ച. അതെ, പ്രോഡക്റ്റിൻ്റെ പേര് അബിയു ഫ്രൂട്ടിൻ്റെ കമ്പൂച്ചയാണ് കേട്ടോ. ഇത് ഇവരുടെ പ്രോഡക്റ്റാണ്. മരം കഫേയിലും ഉണ്ട് കേട്ടോ. ഈ ഭാഗത്ത് വരുമ്പോൾ ഇത് എല്ലാ കാര്യം ഇത് കിട്ടും. കമ്പൂച്ച. വെഞ്ഞാറമൂട് ഭാഗത്ത് വരെയാണ് ഇൻസ്റ്റാ കഫേയിലുണ്ട് കമ്പൂച്ച. ഇവരുടെ തന്നെ. അയ്യോ, എന്ത് ടേസ്റ്റാണ്. അനു സാറിൻ്റെ മകളാണ്, സെക്കൻഡ് ഡോട്ടർ. ഇത് മാർക്കറ്റിംഗ് ഫുൾ യു ആർ ലുക്കിംഗ് ആഫ്റ്റർ അല്ലേ? അനു, കാണാൻ പറ്റിയത് സന്തോഷം. വരുമെന്ന് ചിലപ്പോൾ വരുമെന്ന് പറഞ്ഞിരുന്നു. നമ്മളൊക്കെ ചെറുതിലെ മുതലേ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊന്ന് ഞാൻ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ മാമിന്റെ കുക്കിംഗ് ചാനലും കണ്ടുകൊണ്ടാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ മൂത്തവന് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ്. എന്താണോ കാണുന്നത് മാജിക് ഓവണൊക്കെ. അതെ അതിൻ്റെ ഇതാണ്. ഇത് കുക്കീസ് ഉണ്ടാക്കിയതാണ് അല്ലേ? യു മെയ്ഡ് ഇറ്റ്. ഇത് ഏതിലാണ്? ഓ, അത് ശരി. ഗ്ലൂട്ടൻ ഫ്രീ കുക്കീസ്, അതായത് റോ ബനാനയുടെ പൗഡർ ഉപയോഗിച്ചിട്ടാണ്. ഇത് ബേസിക്കലി ഞങ്ങൾ സ്റ്റോറിൽ കൊടുക്കും. ഇത് എൻ്റെ മോനാണ്, മൂത്തവനാണ്. ഹി ബിലോങ്സ് ടു ASD സ്പെക്ട്രം. അപ്പം അതുകൊണ്ട് അവന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഗ്ലൂട്ടൻ ഫ്രീ വേണം മോനെ അല്ലേ? യോ, വെരി ടേസ്റ്റി. ഇത് പീനട്ട് ഫ്ലേവർ, അടിപൊളി. ഡബിൾ ചോക്ലേറ്റ് പീനട്ട് ഫ്ലേവർ കുക്കി വിത്ത് ഇത് ബനാന പൗഡർ മാത്രം അല്ലേ? ഓ, മൈദയുടെ ഒക്കെ നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ? അപ്പോൾ കമ്പൂച്ച വേണമെങ്കിൽ നിങ്ങൾ ബോട്ടിൽ കൊണ്ടുപോയി മേടിക്കാൻ പറ്റും. ടാപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഇവരുടെ കടയിൽ നിന്ന് സെയിൽ നടക്കുന്നുണ്ട്. കുക്കീസ് കിട്ടും, ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഇതുപോലെ. പിന്നെ വേറൊരു ഇപ്പം സ്വീറ്റ് പൊട്ടറ്റോയുടെ
ഓഫ് സീസൺ ആയി അല്ലെങ്കിൽ നമ്മൾ കട്ട്ലറ്റ് സ്വീറ്റ് പൊട്ടറ്റോ ആഡ് ചെയ്യും. മാമിന് അറിയാലോ ബൈൻഡിങ് ഏജ് നമ്മൾ പൊട്ടറ്റോ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഗീവ്സ് us ബ്ലോട്ടിംഗ്. അതെ, സ്വീറ്റ് പൊട്ടറ്റോ ആ ഒരു കാറ്റഗറി അല്ല. ഇറ്റ്സ് എ ഹെൽത്തി. പിന്നെ ഈ പൊട്ടറ്റോ കഴിക്കാൻ താല്പര്യം ഇല്ലാത്തത് പക്ഷെ ആ മധുരം കിട്ടത്തുമില്ല. കട്ട്ലറ്റ്സ് റിയലി ഗുഡ്. അപ്പോൾ അതിന് കുറച്ചൊരു അതും ഓഫ് സീസൺ ആയി സ്വീറ്റ് പൊട്ടറ്റോ ആകുമ്പോഴത്തേക്കും സ്റ്റോർ. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇവിടുത്തെ ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ട് പോവാണ്. എക്സലൻറ്റ് പ്രോഡക്ട്സ്, നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. എനിക്കിതെല്ലാം മേടിച്ച് അവിടെ ചെന്നിട്ട് അനുകുട്ടിയൊക്കെ കാണിക്കാനുള്ളൊരു ഓപ്ഷനിലാണ് മോളെയൊക്കെ. അതായത് ഗംഭീരമാണ് ഇവിടുത്തെ കഥകളും ഇവിടുത്തെ അനുഭവവും. താങ്ക് യു സോ മച്ച്, വലിയ സന്തോഷം. പോയിട്ട് വരട്ടെ എന്നാൽ. ഓക്കെ, താങ്ക് യു. ഇനിയും വരാം ഞാൻ. പിന്നെ മറ്റേ സ്റ്റോറിൽ വന്ന് ഇനി ഫില്ലറായിട്ട് തീരുമ്പോൾ വാങ്ങിച്ചോളാം. അങ്ങനെ ഇവിടെ നിന്നും ഇറങ്ങുന്നു. ഇനിയുണ്ട് 2 ബോക്സുകളും കൂടി ഉണ്ട്, ബാക്കി ഫ്രൂട്ട്സ് അത് കാറിൽ കൊണ്ട് വയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഇവരുടെ സ്റ്റോർ റൂമിൽ പോയാൽ മതി, കുറവും ഗുണം. ഇവിടെ വരാൻ ദൂരമാണെങ്കിൽ അവിടെ പോയി മേടിക്കാം, എല്ലാം അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക് യു. നേരെ വീട്ടിലേക്ക് പോവാണ്. ഇത്ര നേരം നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി തിരിച്ച് വീട്ടിലേക്ക്.